എം.ടി. വാസുദേവൻ നായരുടെ 9 കഥകൾ, 8 സംവിധായകർ, പ്രമുഖ അഭിനേതാക്കൾ എന്നിവ ചേർന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ പ്രേക്ഷകരിലേക്ക്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. C5 ആണ് ചിത്രം പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. എം.ടി. വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച ആന്തോളജി ചലച്ചിത്രം പ്രമുഖ നടീനടന്മാരുടെ സാന്നിധ്യം കൊണ്ട് പ്രഖ്യാപനം മുതലേ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രിയദർശൻ, മഹേഷ് നാരായണൻ, ശ്യാമപ്രസാദ്, ജയരാജ്, രതീഷ് അമ്പാട്ട്, സന്തോഷ് ശിവൻ, രഞ്ജിത്ത് തുടങ്ങിയവരാണ് ആന്തോളജി സീരീസ് ഒരുക്കിയത്. എം.ടി. വാസുദേവൻ നായരുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി നായരും സീരീസിൽ 1ന്റെ സംവിധായികയാണ്. മനോരഥങ്ങൾ പ്രായഭേദമന്യേ ഏവർക്കും കണ്ട് ആസ്വദിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല കാലങ്ങളിലായി എഴുതിയ കഥകൾ ഈ സംരംഭത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഓളവും തീരവും എന്ന ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുമ്പോൾ ശിലാലിഖിതം എന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് നായകൻ. കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പെന്ന എം.ടിയുടെ ചെറുകഥയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി. രഞ്ജിത്താണ് സംവിധാനം. സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ നെടുമുടി വേണു, സുരഭി, ഇന്ദ്രൻസ് എന്നിവർ മുഖ്യ വേഷത്തിലും എത്തുന്നു. ജനം, കൊച്ചി.